ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. കാറ്റഗറി നമ്പർ 21/2026 ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേയും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഡിപ്ലോമ അതേപോലെ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം 21/2026 അവിടെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. 989 വേക്കൻസീസ് ആണ് 14 ജില്ലകളിലേക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. ആ വേക്കൻസീസ് എന്തായാലും കൂടുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പേ സ്കെയിൽ 24,600 തൊട്ട് 43,600 വരെയാണ്. ക്വാളിഫിക്കേഷൻ SLC പ്ലസ് 2 ഇയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ ഈ 989 വേക്കൻസീസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് സ്പ്ലിറ്റ് അപ്പ് ഉള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോസ് വരുന്നുണ്ടാവും, നാളെ വരുന്നുണ്ടാവും. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് BTech കഴിഞ്ഞവർക്കും അതേപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും IT കഴിഞ്ഞവർക്കും എന്താ അവിടെ ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയേക്കുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടാവും. എനിവേ നമ്മൾ അതിന്റെ പോസിബിലിറ്റീസ് പറയുവാണ്. ഇതിന് മുന്നേ നടന്ന ഒരു ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണെന്ന് തോന്നുന്നു. അവിടെ NTC ഇലക്ട്രിക്കൽ കൂടാണ്ട് അവിടെ വയർമാൻ ലൈസൻസും കൂടി അവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഡിപ്ലോമ BTech കഴിഞ്ഞവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ ഒരു നോട്ടിഫിക്കേഷൻ എനിക്കൊന്ന് IT ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതിൽ ഇതേപോലെ എന്തോ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഡിപ്ലോമ BTech കഴിഞ്ഞവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ PWD ലൈൻമാൻ ആയിക്കോട്ടെ, PWD ലൈൻമാന്റെ ക്വാളിഫിക്കേഷൻ എന്താ? NTC ഇലക്ട്രീഷ്യൻ IT ആണല്ലേ. അപ്പം ഇപ്പം പറഞ്ഞ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? NTC ആണ് അല്ലെ. പക്ഷെ ഈ PWD ലൈൻമാന്റെ കേസിൽ അവിടെ ഇക്വലൻസി ആയിട്ട് ഇവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? NTC ഇലക്ട്രിക്കൽ, NTC വയർമാൻ ഇക്വലന്റ് ആയിട്ട് ITI ഇലക്ട്രീഷ്യൻ, അതേപോലെ NTC ഇലക്ട്രീഷ്യൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതേപോലെ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിൽ അവരവിടെ ഇക്വലൻസി അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഈ PWD ലൈൻമാന്റെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ആ ഒരു കാറ്റഗറി നമ്പർ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇക്വലൻസിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതേപോലെ NTC ഇലക്ട്രിക്കലിന് equivalent or higher qualifications accepted in the previous selection of this post. ഓക്കെ. അതായത് NTC ഇലക്ട്രിക്കലിന് ഇക്വലന്റ് ആണ് എന്ത്? ഡിപ്ലോമ BTech ഒക്കെ. പിന്നെ ഇത് നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ KSEB വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ ഒരു കാര്യം പറയുന്നത്, അതായത് ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയാക്കിയിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പം ഇതിൽ ഒന്ന് രണ്ട് കൺക്ലൂഷനും കൂടി ഞാൻ എത്താം. അതായത് ഇപ്പം NTC ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ NTC വയർമാൻ ആണ് നമ്മളുടെ, അല്ലെങ്കിൽ STC ഇലക്ട്രിക്കൽ STC വയർമാൻ ആണ് നമ്മൾ എന്ത് ഉള്ളത് ഇതിന്റെ ഇക്വലൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? NTC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ NTC വയർമാൻ ആണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതേ കൂടാണ്ട് ഇതിന്റെ ഡ്യൂട്ടീസ്, അതായത് പോൾ ക്ലൈംബിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ITIക്കാരുടെ എക്സാം ആണ് ബേസിക്കലി. ഓക്കെ. ഇത് ITIക്കാരുടെ എക്സാം ആണ്. ഡ്യൂട്ടീസും ജോബ് റോളോ അല്ലൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് ITIക്കാരുടെ എക്സാം ആണ്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യാം, ഇപ്പം ഈ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഡിപ്ലോമ BTech കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ആവാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ അന്തിമ തീരുമാനം ആരാ ഉള്ളത്? സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ KSEB അല്ലെങ്കിൽ PSCക്ക് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അതായത് ഇതിൽ എന്തെങ്കിലും ഇപ്പം നിങ്ങളിപ്പോ ഇവിടെ ഇക്വലൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞവരും BTech കഴിഞ്ഞവരൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ ഇതിലിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൽ അവർ ഇക്വലൻസി ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ. അതായത് ഇക്വലന്റ് ആയിട്ട് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇതിൽ ഇക്വലൻസി ആഡ് ആക്കാഞ്ഞത്. എന്നിരുന്നാലും ഹയർ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ആക്കിയിട്ടില്ല. ഈ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ സർക്കാർ ഉത്തരവുകൾ, ഈ രണ്ടാമത്തെ പോയിന്റ് ഇല്ലേ, അത് അവിടെ നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അവിടെ ഒരു 100% നമുക്ക് അവിടെ കൺഫർമേഷൻ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, സർക്കാർ ഉത്തരവുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ
ഇപ്പോഴെന്താ നിങ്ങൾക്ക് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ എന്താ ഈ ഡിപ്ലോമ അതേപോലെ ബിടെക്കാർക്കൊക്കെ എന്താ അപ്ലൈ ആവാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ മുന്നത്തെ NTC ഇലക്ട്രിക്കൽ, NTC വയർമാൻ ഇക്വലന്റ് ആയിട്ട് എന്തുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. അതായത് ഡിപ്ലോമ ബിടെക് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവിടെ കാണുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിന്റെ ഫൈനൽ ആയിട്ട് എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ അല്ലെങ്കിൽ ഗവൺമെന്റിലായിരിക്കും ഇതിന്റെ ഫൈനൽ ഡിസിഷൻ അവരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പക്ഷെ ആസ് ഓഫ് നോ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ആവേണ്ടി പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ എപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITI ആണ്. ITIക്കാരുടെ എക്സാം ആണ്. പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇതൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ബിടെക് കഴിഞ്ഞവർക്കും എന്താ ഇക്വലൻസി വെച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം ഹയർ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് അന്തിമമായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ PSCയുടെ കയ്യിൽ തന്നെയാണ് അന്തിമമായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പോ ഇത്രയാണ് ഉള്ളത്. ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇക്വലന്റ് ഓഫ് ഹയർ NTC ഇലക്ട്രിക്കൽ ഇക്വലന്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ NTC വയർമാൻ ഇക്വലന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കയ്യിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.